നമുക്കിന്ന് കുറച്ച് പയർ നടാനുണ്ട്. സമ്മർ സീസണിൽ നടന്നതല്ല, ഈ സീസണിൽ നടന്നതാണ്, ഓട്ടം സീസണിൽ നടന്നതാണ്. അപ്പോൾ ഇവർക്ക് കോൾഡ് ഇഷ്ടമാണ്, കോൾഡ് ക്ലൈമറ്റ് ഇഷ്ടമാണ് ഈ പയറുകൾക്ക്. അപ്പം ബോണിതേ ബെഡൊക്കെ റെഡിയാക്കുവാണ്. നട്ട് കഴിഞ്ഞ് 10-14 ദിവസം കഴിയുമ്പോഴേക്ക് സീഡ്ലിങ്സൊക്കെ ഉണ്ടായി വരും. നടാം. യെസ്. Prepare double rows 30 cm apart, 5 cm deep. Sowing seeds 25 cm apart. If more than one double row is to be planted, allow 60 cm between them. ഏതാ ഇപ്പൊ ഇവിടെ നടുന്നേ? ഇത് മാത്രമാണ്, ബ്രോഡ് ബീം മാത്രമാണ്. ഓക്കെ. ഇത്രേ ഉള്ളായിരുന്നോ ആ പാക്കറ്റിലോ? അതെ, ഇതുണ്ട്. ഇതിനകത്ത് വേറെ പോകത്തുള്ളൂ, പാക്കറ്റിനകത്ത് ഇനിയുണ്ട്. സ്വീറ്റ് പീസ്. നമ്മൾ സ്വീറ്റ് പീസിൻ്റെ കുറച്ച് സീഡ്സ് നട്ട് കിളിപ്പിച്ചതാണ്. ഇനി അത് നമ്മൾ ജസ്റ്റ് മണ്ണിലോട്ട് നടുക. ഇത് നമുക്ക് ഇതിൻ്റെ പയർ കഴിക്കാൻ കൊള്ളത്തില്ല. ഫ്ലവേഴ്സ്, ജസ്റ്റ് ഡെക്കറേഷൻ ടൈപ്പ് ഫ്ലവേഴ്സാണ്. ഇതിൻ്റെ പയറും ഉണ്ടാകും, പക്ഷേ നമ്മളത് കഴിക്കാൻ പാടില്ല. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പയർ നട്ട ഇവിടെ ആയിരുന്നു, അപ്പോൾ യൂസ് ചെയ്ത മുളയാണ്. അത് സപ്പോർട്ട് കൊടുക്കാനായിട്ട് ഇപ്പോൾ യൂസ് ചെയ്യാൻ പോവുക. ഈ പയർ നമ്മൾ മുന്നേ നട്ടിട്ടില്ലല്ലേ? ഇല്ല, ആദ്യമായിട്ട് നമ്മളത്. അപ്പുറത്തെ സൈഡിൽ എന്തോ പണിയൊക്കെ നടക്കുവാണ്, അപ്പുറത്തെ വീട്ടിൽ. അതാണ് ആരോ ചിരിക്കുന്നേ സംസാരിക്കുന്നതൊക്കെ ശബ്ദം കേൾക്കാം. അല്ലെങ്കിൽ ഭയങ്കര ക്വയറ്റാണ് ഈ സമയത്തൊക്കെ. ഈ സമയത്തൊന്നല്ല, നമ്മുടെ ഏരിയ ഫുൾ ക്വയറ്റാണ്. അടിപൊളി ആകാശം, എന്നെ രസമാണ്. വാവ്. നമ്മൾ വേറെ ഒരു സ്പോട്ട് കൂടെ കണ്ടുപിടിച്ചു. ഈ ഒരു മരത്തിന് താഴെ, ഇത് നമ്മുടെ ഫിഗ് ആണ്, അത്തിപ്പഴം. അത് ഈ സീസണിൽ ഇലയെല്ലാം പൊഴിഞ്ഞത് ഇങ്ങനെ ഇതുപോലെ ശൂന്യമായി നിൽക്കും. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇതിൻ്റെ താഴെ നട്ടാൽ ഈ പയർ ഇതിലോട്ട് കയറി പൊക്കോളും. കണ്ടോ, ഒരൊറ്റ ഇല പോലും ഇല്ല. ഇനി സമ്മറിൽ, വിൻ്റർ കഴിയുമ്പോൾ ഇതിൽ ലീവ്സൊക്കെ വന്ന് ഉണങ്ങും. അത് കഴിഞ്ഞ് പയ്യെ ഫ്രൂട്ട്സ് വരത്തുള്ളൂ. അതുവരെ ഇങ്ങനെ ഇലയൊന്നും ഇല്ലാതെ ഇങ്ങനെ നിൽക്കും. ഷുഗർ സ്നാപ്പ് എന്ന് പറയുന്നൊരു പയർ, അത് ഞാൻ ഗ്രീൻ ഹൗസിൽ നടുവാണ്, പുറത്ത് നടുന്നില്ല. ഗ്രീൻ ഹൗസിൽ കുറച്ച് ബോക്സിനകത്ത് നടുക. ചൂടുള്ള ദിവസം ഈ ഡോറൊന്ന് ഓപ്പൺ ചെയ്തിട്ടാൽ മതി, കുഴപ്പമില്ല. ഇതിന് തണുപ്പാണ് ഇഷ്ടം വളരാനായിട്ട്. അപ്പം നമുക്ക് പുറത്ത് നടാമെന്ന് വെച്ച് കഴിഞ്ഞാൽ സണ്ണ് കുറവാണ് ചില ബെഡ്സിലൊക്കെ, അതുകൊണ്ട് ഞങ്ങൾ അകത്ത് നടാമെന്ന് വിചാരിക്കും. എന്നാൽ പിന്നെ നടാം. പയറിൻ്റെ കളർ കണ്ടോ, കളർ ചെയ്ത് വെച്ച പോലെ ഇല്ലേ?
ഇൻസ്റ്റഗ്രാം ഇൻസ്പയർഡ് ജഗൂസ് കഫേ ഇൻസ്പയർഡ് ഫുഡാണ്. ഒരിത്തിരി ചോറ് ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നമുക്ക് ചെമ്മീൻ ഇവിടെ ഫ്രോസണാണ് കിട്ടുന്നത്. ഭയങ്കര ഈസിയാണല്ലോ. നുള്ളണ്ട, പിച്ചണ്ട, ക്ലീൻ ആക്കണ്ട, എല്ലാം ക്ലീനായിട്ടാണ് വന്നത്. എനിക്ക് ഇവൻ കഴുക പോലും വേണ്ട. അപ്പോൾ ഹാഫ് കുക്ക്ഡുമാണ്. അപ്പം ഭയങ്കര ഈസിയായിരുന്നു ഉണ്ടാക്കാനായിട്ട്. പിന്നെ പെട്ടെന്ന് അങ്ങ് ഉണ്ടാക്കി. എനിക്കിഷ്ടപ്പെട്ടു, കൊള്ളാം. അതിനൊപ്പം വെണ്ടയ്ക്കയും ഫ്രോസണാണ്. ജസ്റ്റ് കട്ട് ചെയ്താൽ മാത്രം മതിയായിരുന്നു. അത് ഈസിയായി. പിന്നെ തൈര് ഒരു കോമ്പിനേഷനാണ്. അപ്പം വെള്ളരിക്ക ഉപ്പിലിട്ടത് അടിപൊളി ടേസ്റ്റാണ്. പിന്നെ അതിനൊപ്പം ഉള്ളി, അടിപൊളിയായിട്ടുണ്ട്.